ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് ഗോസ്റ്റ് സ്റ്റോറി, സ്വീറ്റ് ഫോൾസ്, പ്രേതകഥ സ്വീറ്റ് ഫോൾസ്. അതിനെക്കുറിച്ചാണ്. സ്വീറ്റ് ഫോൾസ് എന്നത് മേഘാലയയിലെ ഒരു വെള്ളച്ചാട്ടമാണ്. മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിൽ നിന്നും ഏകദേശം 11.2 കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മേഘാലയയിലെ തന്നെ കുത്തനെയുള്ള വെള്ളച്ചാട്ടങ്ങളിലൊന്നാണിത്. അതുകൊണ്ട് തന്നെ അതിമനോഹരമാണ് ഇവിടം. കാഴ്ചയ്ക്ക് അതിമനോഹരമാണ്, അതിസുന്ദരമാണ്. അതുകൊണ്ട് നിരവധി ടൂറിസ്റ്റുകളെയൊക്കെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. സ്വീറ്റ് ഫോൾസ് എന്നത്, അതായത് 315 അടി ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണുവാനായിട്ടൊരു മനോഹാരിതയാണ്. ഇതൊരു ഹോട്ടൽ പ്ലേസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നവർ, അവിടെ അപകട മരണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നിരവധി പേര് മരിക്കുന്നു. അങ്ങനെ അപകട മരണങ്ങളും അതുകൂടാതെ ആത്മഹത്യകൾ, സൂസൈഡ് പോയിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്, ആത്മഹത്യകൾ നിരവധി, അപകട മരണങ്ങൾ നിരവധി. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പേടിപ്പിക്കുന്ന സ്ഥലമായിട്ടാണ് നാട്ടുകാർ ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ അപകട മരണങ്ങളും ഈ ആത്മഹത്യകളും എല്ലാം കാരണം ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ സ്വീറ്റ് ഫോൾസ് എന്നത്. പിന്നെ ഈ അപകടങ്ങൾ കൂടുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ചുറ്റുമുള്ളത് ഈ വളുവളുപ്പുള്ള കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തെന്നി, മഴക്കാലത്തൊക്കെ അവിടേക്ക് പോകുകയാണെങ്കിൽ പെട്ടെന്ന് തെന്നി വെള്ളത്തിലേക്ക് പതിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണിത് അങ്ങനെയൊരു ഇതായിട്ട് മാറുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അതോടൊപ്പം നിരവധി ആത്മഹത്യകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അത്. അതോടൊപ്പം ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ നിരവധി പക്ഷികളുടെ കരച്ചിൽ എപ്പോഴും കേൾക്കാം. അത് തന്നെ ഒരു പേടിപ്പിക്കുന്ന ഒരു ഇതായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ നിരവധി കഥകളാണ് ഇവിടെ പ്രചരിക്കുന്നത്. പിന്നെ അവിടുത്തെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റയ്ക്ക് അവിടെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂട്ടത്തിൽ കാണും എന്നാണ് പറയുന്നത്. അതായത് ഒറ്റയ്ക്ക് പോയിട്ട് ഡബിളായിട്ട് തിരിച്ചു വരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊന്നും ആരും അങ്ങോട്ടേക്ക് പോകാറില്ല ഈ കഥകളൊക്കെ കേട്ടതിന് ശേഷം. പ്രത്യേകിച്ച് വൈകിട്ട് 5 മണിക്കൊന്നും ശേഷം അവിടേക്കൊന്നും ആരും അങ്ങനെ പോകാറില്ല. ഷില്ലോങ്ങിൽ നിന്നും ഏകദേശം 11.2 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.